അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഒരു സുപ്രസിദ്ധ പാട്ടുകാരനായ സജീർ കൊപ്പത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. സത്യത്തിൽ ഒരു നിരുപദ്രവപരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണത്. അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അതൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ അദ്ദേഹം ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളെക്കൊക്കെ ഒരു സന്ദേശമായിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനൊരു അച്ഛനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു മകൻ പിറന്നിരിക്കുന്നു. സത്യത്തിൽ തികച്ചും കേട്ടാൽ എന്താണ് ഇപ്പം അതിലുള്ളത്? തികച്ചും നിർദോഷമായ ഒരു സന്ദേശം തൻ്റെ സുഹൃത്തുക്കളെയും എല്ലാവരെയും അത് അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഈ സമയത്ത് ഇതൊരു വലിയ വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? പക്ഷേ ഇത് ആരാണ് പിന്നെ വിവാദമാക്കിയത്? യഥാർത്ഥത്തിൽ എന്താ ഇതിൻ്റെ സംഭവം? ഈ വിവാദത്തിന് തിരികൊടുത്തിയതാര്? അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, അവർ നമ്മുടെ ആര് തന്നെ ആയാലും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന സെലിബ്രിറ്റികളാവാം, അതോടൊപ്പം തന്നെ ഉന്നതന്മാരാവാം, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ നേതാക്കളാവാം. ഇപ്പം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇദ്ദേഹം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഓണത്തിനും വിഷുവിനുമൊക്കെ ഓടിയെത്തിയിട്ട് അദ്ദേഹം ആ ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന ഓണസദ്യയിലും മാത്രമല്ല പങ്കെടുക്കുന്നത്. ഒരു ഓണസദ്യയിൽ പങ്കെടുക്കുന്നത് നമുക്ക് ആർക്കും യാതൊരു എതിരഭിപ്രായവുമില്ല. മറിച്ച് ഇതര വിഭാഗങ്ങളുടെ ആരാധനാ ചടങ്ങുകളായ, ഇപ്പോൾ ഉദാഹരണം അത്തക്കളം വരച്ചു. ആ അത്തക്കളം വരച്ചത് കൊണ്ട് എന്താണ് സത്യത്തിൽ? പക്ഷേ അത് എന്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നു? അത് നമ്മുടെ സമുദായവും സാധാരണ മനുഷ്യരും അത് മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേവലം അതൊരു അത്തക്കളവും നേരം പോക്കും ഒരു ആഘോഷവും മാത്രമല്ല. ഇതൊക്കെ എന്തിനാണ് ഹൈന്ദവർ ശരിക്ക് ഹൈജാക്ക് ചെയ്തെടുത്തത്? ഹൈന്ദവവൽക്കരിക്കപ്പെട്ടു. ഈ ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും പിന്നിലുള്ള കഥകളും അങ്ങനെ അവർ ഐതിഹ്യ കഥകളാലെ ഹൈന്ദവവൽക്കരിക്കപ്പെട്ടു. ഹൈന്ദവ ദൈവങ്ങളുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ പരത്തപ്പെട്ടു. എന്നു മാത്രമല്ല, അതിൽ എന്തു ചെയ്തു? അവർ ആ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ആചാര അർപ്പണങ്ങൾ അതിൽ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ ഹൈന്ദവർ വിളിച്ചാൽ അതിനൊരു ഭക്ഷണത്തിന് പോകരുതെന്നോ, സ്വാഭാവികമായിട്ടും അവരോടൊപ്പം ഒരു ന്യായമായ ഒരു വിനോദം പങ്കിടണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഒരു വിശ്വാസികൾ എന്തുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതിൽ മറ്റുള്ളവർക്കൊക്കെ ഇത്ര വലിയ പ്രശ്നം? നമ്മുടെ കൗമ്, നമ്മുടെ സമുദായം വിവരമില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഐഡൻറ്റി കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നത്. അവരോടാവട്ടെ വെറുതെയെങ്കിലും സലാത്ത് വാർഷികം, സലാത്തുന്നൂറ്, നബിദിനം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ കേവലം അനാവശ്യമായ രീതിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച് കൊണ്ടുപോകുമ്പോൾ പ്രാഥമികമായ ഒരു വിവരം പോലും ലോകത്ത് എവിടെയുമുണ്ട്. എന്ത് ഒരു പ്രാഥമിക വിവരം? പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന മദ്രസാധ്യാപനം എന്നാണ്. ആ മദ്രസാധ്യാപനത്തിൽ 5ഉം 6ഉം 7ഉം 8ഉം 10ഉം ക്ലാസ്സുകൾ കിട്ടി. മാത്രമല്ല ഇഷ്ടംപോലെ വയല് എന്ന് പറഞ്ഞാൽ ഉപദേശം കിട്ടി. അങ്ങനെ യഥാർത്ഥത്തിൽ ചിട്ട പുലർത്തേണ്ടവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷത്തിനോട് ഇത്ര വിധേയപ്പെടാനും ആ ഭൂരിപക്ഷ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് പോലും, അത് ദേശീയ ഉത്സവത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും ഒക്കെ അവരോട് ഒപ്പം പോകുന്നതിനുള്ള നമ്മുടെ ആധ്യാത്മിക നേതാക്കൾ വരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ഈ സമയത്ത് ഞാൻ പറയുന്നു, പൊതുവേ എന്തിൻ്റെ പേരിലായാലും അവരുടെ സാംസ്കാരിക അധപ്പതനത്തിന് വേണ്ടി വടിയോങ്ങി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാരും എന്ന് പറയുന്നത് പോലെ തന്നെ ആഗോള സമൂഹം അഥവാ ക്രിസംഖികളായാലും മറ്റു വിഭാഗങ്ങളൊക്കെ അവരുടെ തനത് സംസ്കാരത്തെ എങ്ങനെ ഇല്ലാതാക്കണം, അതാണ് ജബ്ബാർ പറയുന്നത്, അതാണ് ലിയാഖത്ത് പറയുന്നത്, അതാണ് ആരിഫ് പറയുന്നത്, അതാണ് ജാമിദ പറയുന്നത്. മുസ്ലിങ്ങളോടല്ല ഞങ്ങളുടെ എതിർപ്പ്. ഞങ്ങൾക്ക് എതിർപ്പ് ഇസ്ലാമിക തനത് സംസ്കാരത്തോടാണ്, ആ ഇസ്ലാമിക സംവിധാനത്തോടാണ്. ഇസ്ലാമിനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, മുസ്ലിങ്ങളെ അല്ല. അപ്പോൾ മുസ്ലിങ്ങൾ സ്വയം ഈ ഇസ്ലാമിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ ലോകത്ത്
ഹൈന്ദവരും ക്രിസ്ത്യാനികളും അവരുടെ ഹൈന്ദവതയെയും അവരുടെ ക്രിസ്ത്യാനിറ്റിയെയും ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ വെറുതെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഹൈന്ദവർക്ക് അമ്പലം എന്തിന്, ക്രിസ്ത്യാനികൾക്ക് ചർച്ച് എന്തിന്? അപ്പോൾ അത് വെറും ഒരു പറച്ചിൽ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമാണ് ഞങ്ങളുടെ ശത്രു, അപ്പോൾ ഇസ്ലാമിൻ്റെ തനത് സംസ്കാരം ഇല്ലാതാക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുട്ടികൾ നോമ്പെടുത്താൽ നോക്കണം, ഇതുവരെയും നോമ്പെടുത്തിട്ട് അഥവാ റമദാനിലെ വ്രതമെടുത്ത് കുട്ടികൾ അത് ശീലിക്കുന്നു. എപ്പോഴെങ്കിലും ആ കുട്ടികൾക്ക് വല്ല തളർച്ചയോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ പെട്ടെന്ന് അവരെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കണം. ഇനി വയസ്സന്മാരും രോഗികളും നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതിന് പല ഇളവുകളുമുണ്ട്. മാത്രമല്ല, അങ്ങനെ ഒരു നോമ്പിൻ്റെ പേരിൽ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി വേറെ എന്തെങ്കിലും ഒരു അസുഖം മൂലമോ മറ്റോ റമദാനിൽ മരിച്ചു പോയാൽ മുഴുവനും അത് നോമ്പെടുത്തിട്ടാണ് എന്ന് ഈ ലിയാഖത്തും ഈ ആരിഫ് ഹുസൈനും ഒക്കെ കൂടെ ഈ മതത്തിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേലാകർമ്മം ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠമുള്ള ഒരു കാര്യമാണെന്നും, എങ്ങനത്തെ ശ്രേഷ്ഠം? പാരത്രിക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമല്ല സുന്നത്ത്. സർക്കംസിഷൻ എന്ന് പറയുന്നത് ജൂതന്മാർക്കിടയിൽ സർവ്വസാധാരണയാണ്. അത് നിങ്ങളൊക്കെ അറിയേണ്ട ഒരു സംഗതിയുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ രജനീഷ് എന്ന് പറയുന്ന അദ്ദേഹം കുപ്രസിദ്ധ സ്വാമിയാണെങ്കിലും അദ്ദേഹവുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പത്രക്കാരോട് അഥവാ ഒരു പ്രത്യേക വാരികയ്ക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ രജനീഷ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ചേലാകർമ്മത്തിന് വിധേയമായാൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അവരുടെ തലച്ചോറുമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ആ തലച്ചോറിൽ ഒരു പ്രത്യേക സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് ബുദ്ധിവികാസത്തിന് എല്ലാ സാധ്യതയുമുണ്ട് എന്നു മാത്രമല്ല, ശാരീരികമായ ഇൻഫെക്ഷൻ, ഈ ലിംഗത്തിൽ വരുന്ന യൂറിൻ ഇൻഫെക്ഷൻ തടയാനും അത് കഴിയും എന്ന് പറഞ്ഞത് സത്യത്തിൽ രജനീഷാണ്. അതുപോലെ തന്നെ ഡോക്ടർമാർ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട് അത് ഇൻഫെക്ഷൻ തടയുന്നതിന് ഏറ്റവും നല്ല ഒരു പരിഹാരമാണെന്ന്. ആ സംവിധാനം മുസ്ലിങ്ങൾ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ആലോചിച്ച് നോക്കൂ. അതിലേതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ 0.001% പോലും എന്ന് പറഞ്ഞാൽ 1,00,000 ഒരാൾക്ക് പോലും ഇന്ന് വരെയും ജീവഹാനി ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഹൈന്ദവരുടെ ആഘോഷത്തിൻ്റെ പേര് പറഞ്ഞു, ഹൈന്ദവരുടെ ഇത് പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ ഇതും പറഞ്ഞ് ഒട്ടനേകം ആളുകൾക്ക് അവരുടെ മതപരമായ ചില ശാസനകൾ അനുശാസിക്കുക വഴി ഒട്ടനേകം മരണങ്ങൾ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം. വടക്കേ ഇന്ത്യയിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ അനാവശ്യ പേക്കൂത്തുകൾ നടന്നിട്ട് പലതും സംഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുകയല്ല, അത് വിശദീകരിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ആ ചേലാകർമ്മത്തെക്കുറിച്ച് രജനീഷ് പറഞ്ഞ വാക്ക് ഞാൻ മുഴുമിപ്പിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ ഈ സ്ഫോടനം നടക്കുന്നത് വഴി സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് ഒരു ബുദ്ധിവികാസം, ശാരീരികമായ പ്രതിരോധം ഇതൊക്കെ ലഭ്യമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ അത് മുസ്ലിങ്ങളിലും നടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ആ അഭിമുഖക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ്. എന്ത് ഞാൻ ഉണ്ടാക്കി പറയല്ലേ, നിങ്ങൾക്കൊക്കെ രജനീഷുമായിട്ടുള്ള ആ അഭിമുഖം ഇപ്പോൾ കണ്ടെത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ആ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് ഈ ചേലാകർമ്മത്തിന് ഇത്രയും ഒരു സവിശേഷതയുണ്ട് എന്ന് മുഹമ്മദ് നബി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതോടൊപ്പം തന്നെ മോശ പ്രവാചകൻ തൻ്റെ സമുദായത്തോട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കൃത്യമായിട്ടും ലോകത്ത് നോക്കണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജൂതന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ജൂതന്മാർക്കെതിരെ എന്തുകൊണ്ടാണ് ഇവർ ഉറഞ്ഞു തുള്ളാത്തത്? ജൂതന്മാർ ഇപ്പോൾ അവരുടെ സഹയാത്രികരും സഹായികളും ഒക്കെയാണ്. എന്താ? ഈ മുസ്ലിം വിഭാഗത്തോടുള്ള ശത്രുത. അതാണ് ഞങ്ങൾ ഇസ്ലാമിനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ജീസസിനെ ഇല്ലാതാക്കാൻ ജ്യൂസുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാത്തത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ചോദ്യം തന്നെ നമ്മൾക്ക് തുടരാം. അപ്പോൾ ആ അഭിമുഖത്തിൽ ജൂതന്മാർ ഈ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി നോക്കണം. അപ്പോൾ ഈ അഭിമുഖത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചേലാകർമ്മത്തിൻ്റെ പരിശുദ്ധിയും അത്ഭുതവും ഈ രജനീഷ് വിവരിക്കുന്നതോടൊപ്പം ഇന്ന് ലോകത്ത് അത് ശരിക്ക് നടപ്പിലാക്കുന്നത്, ശാസ്ത്രീയമായി അവരുടെ മതനിർദ്ദേശമനുസരിച്ച് ശരിക്ക് നടപ്പിലാക്കുന്നത് ജൂത വിഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് ലോകത്ത് കേവലം
ആലോചിച്ച് നോക്കണം, ഞാനിത് വെറുതെ പറയല്ല. കേവലം 3% പോലും ഇല്ലാത്ത ജൂതന്മാരാണ് 40%-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഈ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അഭിമുഖക്കാരൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ യഥാർത്ഥത്തിൽ ചേലാകർമ്മം നിർവഹിക്കപ്പെടുന്നവർ തന്നെയാണല്ലോ മുസ്ലിങ്ങളും, അവരെന്തേ പിന്നെ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ചേലാകർമ്മത്തിന് ചില വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മോശ നിർദ്ദേശിച്ചതുപോലെ തന്നെ മുഹമ്മദ് നബിയും നിർദ്ദേശിച്ചിട്ടുണ്ട് ചേലാകർമ്മത്തിന്. പക്ഷേ ആ ചേലാകർമ്മ നിർദ്ദേശങ്ങൾ 40 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടി പ്രസവിച്ച് 40 ദിവസത്തിനകം തന്നെ ഈ ചേലാകർമ്മം ഏറ്റാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഫോടനം സംഭവിക്കുക. മുസ്ലിങ്ങൾക്കിടയിൽ ഇതിൽ കൃത്യത പാലിക്കുന്നില്ല. അവർ 4 വയസ്സിലും 3 വയസ്സിലും 2 വയസ്സിലും 5 വയസ്സിലും 6 വയസ്സിലും ഒക്കെ ചേലാകർമ്മം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കാത്തത് എന്നാണ് രജനീഷ് പറഞ്ഞത്. മാത്രമല്ല, ജൂതന്മാർ ഈ 40 ദിവസത്തിനുള്ളിൽ ഈ ചേലാകർമ്മം നടപ്പാവുക എന്നതിന് വേണ്ടി കൃത്യമായും ആൺകുട്ടികൾ പ്രസവിക്കപ്പെട്ടാൽ അവരുടെ പ്രസവം നിർബന്ധമായും ഹോസ്പിറ്റലുകൾ തന്നെയാണ് പ്രസവിപ്പിക്കപ്പെടുന്നത്, ഈ ഒറ്റ കാരണത്തിന് വേണ്ടി എന്നാണ് രജനീഷ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഏത് വടിയുമെടുത്ത് ഈ ഇസ്ലാമിനെതിരെ ഓങ്ങുന്ന ഈ ആരിഫ് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് യഥാർത്ഥത്തിൽ ചേലാകർമ്മത്തെ തടയുന്നതിന് വേണ്ടി കോടതിയിൽ പോയത്. ആളുകളെ പറ്റിച്ചിട്ട് പൈസ വാങ്ങിയിട്ട് ആ പൈസ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. കോടതിയാവട്ടെ അവൻ്റെ കേസ് എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുക. അതൊന്നും ജനങ്ങൾക്കറിയില്ലല്ലോ. അതുപോട്ടെ, അത് അവൻ പറ്റിക്കൽ തുടരട്ടെ. അവൻ വേറെയും പല പറ്റിക്കലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതല്ല വിഷയം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ സജീർക്കൊപ്പം ഇപ്പോൾ ഈ സമുദായത്തിന് അടിക്കാൻ ഒരു വടിയും കൂടെ കൊടുത്തിരിക്കുന്നു. അതെന്താണ്? അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ്. അതാണ് ആ പോസ്റ്റ്. ഇത്ര വലിയൊരു അപകടകാരിയൊന്നുമല്ല. ആ ഫേസ്ബുക്കിൽ പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ ഒരു അച്ഛനായിരിക്കുന്നു, അതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ ചോദ്യങ്ങളാണ് പല കമൻറ്റുകളിലും വന്നതാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ പോരെ, ഉപ്പ എന്ന് പറഞ്ഞാൽ പോരെ? ചിലർ അതിനെ എതിർത്തുകൊണ്ട് അച്ഛൻ എന്നായാൽ എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് സുഡാപ്പികളാണോ നിങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത്, ഈ സജീർക്കൊപ്പം ചെയ്തത് സത്യത്തിൽ ഈ വടിയുമായി യോഗി നിൽക്കുന്ന ഈ സമുദായത്തിന് മറ്റൊരു അടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നതിൽ ഇത്രയേറെ ബേജാറാകുന്നത്? ഇപ്പോൾ ഉദാഹരണം, നമ്മളുടെ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപ്പ മരിച്ചു. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? സ്വാഭാവികമായിട്ടും ഉപ്പയുടെ മയ്യത്ത് ഇനി എപ്പോഴാണ് മറവ് ചെയ്യുക, ഉപ്പയുടെ മയ്യത്ത് എപ്പോഴാണ് കുളിപ്പിക്കുക, ഉപ്പയുടെ മയ്യത്ത് എന്ന് നമ്മൾ പറയാറില്ല. സ്വാഭാവികമായിട്ടും പൊതുവായിട്ട് മയ്യത്താണ്. ഇവിടെ ഉപ്പാൻ്റെ മയ്യത്ത് എന്ന് മകൻ ചിലപ്പോൾ പറഞ്ഞിന്ന് വരും. മകൻ ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇടുകയാണ് ഒരു ഫേസ്ബുക്കിൽ, എൻ്റെ ഉപ്പ മയ്യത്തായി, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ മയ്യത്ത്. തീർച്ചയായിട്ടും എൻ്റെ ഉപ്പ മരിച്ചിരിക്കുന്നു, ഉപ്പയുടെ മയ്യത്ത് മറയടക്കം, അല്ലെങ്കിൽ മയ്യത്ത് സംസ്കരണം, അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കൽ, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകൽ. ഈ സജീറിൻ്റെ ഉപ്പയോ വല്യുപ്പയോ ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചാൽ എങ്ങനെയായിരിക്കും കമൻ്റ് ഇടുക? എങ്ങനെ? ഒരു വല്യമ്മ മരിച്ചു, സജീറിൻ്റെ ഒരു വല്യുപ്പ മരിച്ചു. അപ്പോൾ സജീർ ഒരു പ്രമുഖൻ എന്ന നിലയ്ക്ക് എന്താണ് ഫേസ്ബുക്കിൽ ഇടുക? എൻ്റെ വല്യമ്മ മരണപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ശവ സംസ്കരണം ഇത്ര മണിക്ക് നടക്കും എന്നാണോ പറയുക? നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയേ. അല്ലെങ്കിൽ വല്യപ്പയുടെ മരണം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് വല്യപ്പയുടെ മയ്യത്ത് എന്നാണോ? അതല്ല വല്യപ്പയുടെ ശവം, അല്ലെങ്കിൽ വല്യപ്പയുടെ ശവസംസ്കരണം, ശവം കൊണ്ടുപോകൽ, ഇങ്ങനെ പ്രയോഗിക്കുമോ? എന്താ പ്രയോഗിച്ചാൽ തെറ്റ്? ശവം അതൊരു മലയാള ഭാഷ മാത്രമാണ്, അതുകൊണ്ട് എന്താ തെറ്റ്? പക്ഷേ മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില പദങ്ങളുണ്ട്, അത് അവരുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഐഡൻറ്റിറ്റി ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. എല്ലാവരും ആ ഐഡൻറ്റിറ്റി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഐഡൻറ്റിറ്റിയിൽ ഇല്ലാത്തതും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് മുസ്ലിങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി തന്നെ ഉപയോഗപ്പെടുത്തിയാൽ? അപ്പോൾ അതുകൊണ്ട് തന്നെ സജീർക്കൊപ്പത്തിന് ആ ഫേസ്ബുക്കിൽ ഇനി അങ്ങനെ മുസ്ലിം ഐഡൻറ്റിറ്റി അറിയിക്കുന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാനൊരു പിതാവായിരിക്കുന്നു എന്ന് പറയാം, എനിക്കൊരു മകൻ പിറന്നിരിക്കുന്നു എന്ന് പറയാം. ഉപ്പ എന്നും ബാപ്പ എന്നും പറയണ്ട. പക്ഷേ ഇവിടെ അച്ഛൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരുന്ന വിമർശനം വരും. എന്തുകൊണ്ടെന്നാൽ അത് വർഗീയതയുടെ വിദ്വേഷത്തിൻ്റെയും ഒന്നുമുള്ള സുഡാപ്പികളല്ല, മറിച്ച് അത് ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്.
അതാത് സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നിൽക്കുക എന്ന ഒരു സിസ്റ്റമുണ്ട്. കുറച്ച് ഹൈന്ദവ സംസ്കാരമെടുത്തു, കുറച്ച് ഇസ്ലാമിക സംസ്കാരമെടുത്തു, കുറച്ച് ദേശീയ സംസ്കാരമെടുത്തു, കുറച്ച് രാജ സംസ്കാരമെടുത്തു. അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. യാ അയ്യു വല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. പൂർണ്ണമായിട്ടും ഒരു വിശ്വാസി ചെയ്യേണ്ടത് മുസ്ലിം ആണെങ്കിൽ അയാൾ പൂർണ്ണമായിട്ട് തന്നെ ഇസ്ലാമിൽ പ്രവേശിക്കണം. എ മുതൽ ജഡ് വരെ അയാൾ മുസ്ലിം ആയിരിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആ പ്രസവം മുതൽ ആ കുഴിമാടം വരെ, ഖബറിലേക്ക് പോകുന്നത് വരെ മുസ്ലിം ആയിരിക്കണം എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.